ഇപ്പൊ അദ്ദേഹം ഒരു അഴിമതി നടത്തിയപ്പോ കയ്യോടെ പിടികൂടി. ഞാൻ ദീർഘിച്ച് സംസാരിക്കില്ല. നമ്മൾ കയ്യോടെ പിടികൂടിയപ്പോ മൂപ്പർ പറഞ്ഞു നമ്മൾ കോടതി പോയിക്കോളി. നമ്മൾ വിജിലൻസിലൊക്കെ പരാതി കൊടുത്തു, ഒരു മൈൻഡും ഇല്ല. നമ്മൾ വെല്ലുവിളിച്ചു നോക്കി. അപ്പൊ പറഞ്ഞു പാണക്കാട് തങ്ങൾ വന്നാൽ നോക്കാമെന്ന്. ഞാൻ പറഞ്ഞു പാണക്കാട് തങ്ങളൊന്നും വേണ്ട, പാണക്കാട് തങ്ങളെ വീട്ടിലൊരു കാര്യസ്ഥണ്ട്, അവറാൻ മതി ജലീലുമായി വാദപ്രതിവാദം നടത്തിയ ജലീലിനെ തോൽപ്പിക്കാൻ. ഒരു രക്ഷയില്ല. മൂപ്പര് മറുപടി ഒന്നുമില്ല. അവസാനം നമ്മൾ കോടതി പോകാൻ വേണ്ടി നമ്മൾ കുറെ കാത്തുന്നു. കാരണം എന്താ പറഞ്ഞാൽ മൂപ്പര് കോടതി പോകുന്നതിനെ വെല്ലുവിളിക്കുമ്പോൾ നമുക്കൊരു സംശയം, ഇത് എന്താ ഇങ്ങനെ പറയാനുള്ള കാരണം. അവസാനം കോടതി പോയപ്പോ ഒന്നുമില്ല, പഠിക്കാൻ സമയം വേണമെന്നാണ് കോടതി ഒരു സമയത്ത് കിട്ടിയിടത്തോളം മതി, രേഖകൾ ഹാജരാക്കണമെന്നോ. ഇപ്പൊ ലോകായിട്ട് നമ്മളെ ഷാഫിയുടെ പരാതിക്കാണ്. അത് കഴിഞ്ഞപ്പോ ഹൈക്കോടതിയിൽ കേസെത്തി. ഞാൻ ഈ തവനൂർ മണ്ഡലത്തിലെ വോട്ടർമാരെ സാക്ഷി നിർത്തി പറയാണ്, നമ്മുടെ രാജ്യത്തെ ഏതൊക്കെ നീതിന്യായ സംവിധാനങ്ങളുണ്ടോ ആ സംവിധാനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് മറുപടി പറയിപ്പിച്ചിട്ടല്ലാതെ ഈ മന്ത്രി കൊച്ചാപ്പയെ മൂത്താപ്പന്റെ മോന് നിയമനം. മുമ്പ് മര്യാദ ബോംബെയിലെ ജോലി ചെയ്യും. അപ്പൊ ബോംബെയിലെ ജോലിയൊക്കെ പ്രയാസമാണ് കണ്ടപ്പോൾ മൂപ്പർ മന്ത്രിയോട് പറഞ്ഞു എനിക്ക് നാട്ടിൽ വരാൻ വല്ല വഴിയുണ്ടോ എന്ന് ചോദിച്ചു. വഴിയിൽ കോഴിക്കോട്ടേക്ക് വന്ന് ജോലിയൊക്കെ രാജിവെച്ചെന്നോ. കേൾക്കാതെ പാതി മൂപ്പര സൗത്ത് ഇന്ത്യ ബാങ്കിലെ ജോലി രാജിവെച്ചിട്ടാണ് ഇവിടെ ജോയിൻ ചെയ്തത്. മൂപ്പര മന്ത്രിയുടെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ 86,000 രൂപയാണ് ശമ്പളം. ഒരു മാസം കഴിയുമ്പോഴേക്ക് നമ്മളത് കയ്യോടെ പിടികൂടി. അവസാനം എത്തിയെന്നതില്ലാതെ നാണം കെട്ട് മൂത്താപ്പന്റെ മോന് രാജിവെച്ച് പോകേണ്ടി വന്നു. രാജിവെച്ച് ബാങ്കിലേക്ക് വന്നപ്പോൾ ബാങ്കിൽ നിന്ന് പറഞ്ഞ ജോലി തരില്ല, നിങ്ങൾ രാജിവെച്ച് പോയതാന്ന് പറഞ്ഞു. റെസിഗ്നേഷൻ ലെറ്റർ തന്നു പോയതാണ്. അവസാനം ഒരു ഡയറക്ടർ, ആ ബാങ്കിന്റെ ഡയറക്ടർ, പേരൊന്നും ഞാൻ പറയുന്നില്ല, ആ ഡയറക്ടറെ കയ്യും കാലും പിടിച്ചിട്ടാണ് ബാങ്കിലെ ജോലി രണ്ടാമത് കിട്ടിയത്. അപ്പൊ ബാങ്കിലെ റീജിയണൽ മാനേജർ പറഞ്ഞു ഒറ്റ കണ്ടീഷൻ ഉണ്ട്, നേരത്തെ ബോംബെയിലല്ല ജോലി ചെയ്ത് ഡൽഹിയിൽ പോയി ജോലി ചെയ്യാൻ തയ്യാറുണ്ടോ? എവിടെ വേണമെങ്കിലും ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണ്, ഈ മന്ത്രിന്റെ വർത്തമാനം കേട്ട് രാജിവെച്ച് പോയതാണ്, മാപ്പാക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ആ സാധു ഇപ്പൊ ഡൽഹിയിൽ ജോലി ചെയ്യണം. ഇപ്പൊ ചോദിക്കട്ടെ, ജലീൽ രാജിവെച്ചില്ലല്ലോ എന്നാണ് ചോദ്യം. എന്താ ജലീൽ രാജിവെക്കാത്തത്? ജലീൽ ചോദിക്കാണ് ഇ.പി. ജയരാജൻ രാജിവെച്ചല്ലോ, അതുപോലെ എന്താ ജലീൽ രാജിവെക്കാത്തത്? എന്റെ ഇ.പി. ജയരാജൻ രാജിവെക്കാൻ കാരണം, ഇ.പി. ജയരാജൻ രാജിവെക്കാൻ കാരണം എളമരം കരീമാണ്. എളമരം കരീമോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ജയരാജൻ പറഞ്ഞു, സംസ്ഥാന കമ്മിറ്റി പറഞ്ഞു, ഇതൊക്കെ ആ പാർട്ടിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളാട്ടോ. നിങ്ങൾക്ക് കുറച്ചൊക്കെ വിശ്വാസം ഉണ്ടാവുമല്ലോ, ആ പാർട്ടിന്റെ അകത്ത് നടക്കുന്ന കാര്യം കുറച്ചൊക്കെ ഞങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടെന്നുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സംസ്ഥാന കമ്മിറ്റി ഇ.പി. ജയരാജൻ പറഞ്ഞു എളമരം കരീമിന് സീറ്റ് കൊടുക്കാൻ പാടില്ല. അതിന്റെ കാരണമായി ജയരാജൻ ഉന്നയിച്ചത് എളമരം കരീം കഴിഞ്ഞ മന്ത്രിയായ സമയത്ത് കോഴിക്കോട്ടെ അദ്ദേഹത്തിന്റെ ബന്ധുവായി നടത്തിയ ചില ഇടപാടുകളാണ്. ആ ഇടപാട് അതുകൊണ്ട് വിവാദമായ ഒരു കാരണം കൊണ്ട് എളമരം കരീമിന് സീറ്റ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി ജയരാജൻ ശക്തമായി വാദിച്ചു, അവസാനം സീറ്റ് കൊടുത്തില്ല. നിങ്ങൾ വിചാരിക്കേണ്ട ജയരാജൻ അഴിമതിക്കാരെ വലിയ പോരാട്ടം നടത്തിയാണ്. മൂപ്പര് മാനത്ത് വേറെ കണ്ടതാണ്. കാരണം എളമരം കരീം മത്സരിച്ച് ജയിച്ച് പാർട്ടി അധികാരത്തിൽ വന്നാൽ വ്യവസായ മന്ത്രി ആരാകും? എളമരം കരീമാവും. എന്താ കാര്യം? മൂപ്പര സീനിയർ, മുമ്പ് മൂപ്പര് മന്ത്രിയായിട്ടുണ്ട്, വ്യവസായ മന്ത്രിയായിട്ടുണ്ട്. അപ്പൊ ജയരാജന് വ്യവസായ മന്ത്രി സ്ഥാനം കിട്ടൂല. അപ്പൊ എന്ത് വേണം? എളമരം കരീം സീറ്റ് തന്നെ കൊടുക്കാൻ പാടില്ല, പറ്റില്ല. ജയരാജൻ ആഗ്രഹിച്ചത് വ്യവസായ മന്ത്രിയായി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മൂപ്പർ ഇതേപോലെ കൊടുക്കപ്പെട്ടത്, ബന്ധുവിനെ നിയമിച്ചു. സംസ്ഥാന കമ്മിറ്റിയിൽ എളമരം കരീം പറഞ്ഞു ഇ.പി. ജയരാജൻ രാജിവെക്കണം. പിണറായി വിജയൻ പറഞ്ഞു നിങ്ങൾ സീറ്റ് തരാത്ത പോലെ അല്ല, ഒരു മന്ത്രി രാജിവെച്ചാൽ മന്ത്രിസഭക്ക് നാണക്കേടാണ്. കുറെ പിടിച്ചുണ്ട്. അവസാനം എളമരം കരീം പറഞ്ഞു എന്റെ അതേ കാരണം കൊണ്ട് എനിക്ക് സീറ്റ് നിഷേധിക്കാൻ ഇ.പി. ജയരാജൻ എന്ത് കാരണമാണ് പറഞ്ഞത്, അതേ തെറ്റാണ് ഇ.പി. ജയരാജൻ ചെയ്തത്. അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് രാജിവെച്ചിട്ടില്ലെങ്കിൽ ഞാൻ മാധ്യമങ്ങളോട് പറയുന്നതാണ്. അവസാനം ഗത്യന്തരമില്ലാതെ പിണറായി വിജയൻ ഇ.പി. ജയരാജൻ രാജിവെക്കാൻ പറഞ്ഞു, രാജിവെച്ചു. അവസാനം ഇവർ കോംപ്രമൈസ് ആക്കി. എങ്ങനെ ഇ.പി. ജയരാജൻ എങ്ങനെയാ പിന്നെ മന്ത്രിയായത്? ഇവർ കോംപ്രമൈസ് ആക്കി. കോംപ്രമൈസ് ആക്കുമ്പോ ഇ.പി. ജയരാജൻ പറഞ്ഞു രാജ്യസഭ ഒഴിവ് വരുന്ന നിങ്ങൾക്ക് തരാം, ഞാൻ മന്ത്രി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എളമരം കരീം പറഞ്ഞു മതി, എനിക്ക് രാജ്യസഭ കിട്ടിയാൽ മതി. അങ്ങനെ എളമരം കരീമിന് രാജ്യസഭയും കൊടുത്തു. ഇ.പി. ജയരാജൻ പ്രളയത്തിന്റെ സമയത്ത് വീണ്ടും മന്ത്രിയായി. അപ്പൊ ഇ.പി. ജയരാജൻ രാജിവെക്കാനുള്ള കാരണം ഇതാണ്, അല്ലാതെ ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ചതല്ല. അപ്പൊ കെ.ടി. ജലീൽ രാജിവെക്കാത്ത എന്താ? കെ.ടി. ജലീൽ അപ്പോൾ ഒരു പേപ്പർ കാണിച്ച് കൊടിയേരി മുമ്പ് പോയിട്ട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞിട്ടാണ് കോഴിക്കോട് കൃഷ്ണനായരുടെ സഹോദര
പുറത്തുനിന്ന് ഞാൻ ഇവിടെ മന്ത്രി എന്റെ വകുപ്പിന് കീഴിൽ നിയമിച്ചത്. ആ വകുപ്പിന് കീഴിൽ നിയമിച്ചത് ഞാൻ രാജിവെച്ചാൽ നിങ്ങളൊക്കെ ഉത്തരം പറയേണ്ടി വരും. അതിനിടയിൽ സാങ്കേതികമായ ഒരു കാര്യം കൂടി പറയട്ടെ. എനിക്ക് ഇന്നൊരു കത്ത് കിട്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ. ആ കത്തിൽ പറയുന്നത് കോഴിക്കോട് കൃഷ്ണൻ നായരുടെ സഹോദരപുത്രന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉന്നയിച്ച പരാതിയിൽ വിജിലൻസ് അന്വേഷണം നടത്താൻ വേണ്ടി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന തീരുമാനമാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന സർക്കാർ ഇപ്പൊ എന്താ അങ്ങനെ തീരുമാനിച്ചത്? വേറെ നിവൃത്തിയില്ല. കാരണം ജെയിംസ് മാത്യുവിന്റെ കത്തടക്കം നമ്മൾ പുറത്തു വിട്ടു. ഭരണകക്ഷി MLA-യുടെ പരാതി അടക്കം അതിന്റെ തെളിവുകളടക്കം പുറത്തു വിട്ടാൽ പിന്നെ എങ്ങനെയാ പിടിച്ചു നിൽക്കാൻ കഴിയുക? ഗത്യന്തരമില്ലാതെ അന്വേഷണത്തിൽ പ്രഖ്യാപിച്ചതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണനെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് മൂപ്പർ ഇങ്ങനെ ഈ കത്തുമായിട്ട്. പിന്നെ മൂപ്പര് കുറെ ആൾക്കാരെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അപ്പൊ കോടിയേരിക്ക് ഒരു പുതിയ ടിക്കറ്റ് കിട്ടിയാലോ? പിണറായിക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും. കാരണം AKG-ക്കാണ് ഇപ്പോ ടിക്കറ്റ് കൊടുത്തത്. എന്നിട്ട് പറയണം മൂപ്പരില്ലേ ഞാനില്ല എന്നാണ് മന്ത്രി പറയണത്. ഒരു മന്ത്രി പറയണം മൂപ്പരില്ലേ ഞാൻ സ്വർഗത്തിലേക്ക് ഇല്ല.